86-88 പ്രീ ഡിഗ്രി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തിരികെയുടെ 4ാമത് നാടകം നവരസങ്ങൾ. ഈ നാടകത്തിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും നാടകത്തിൻ്റെ ഭാവനയിൽ നിന്നും വന്നിട്ടുള്ളതാണ്. കഥാപാത്രങ്ങളിലെ സാദൃശ്യം തികച്ചും സ്വാഭാവികം. നാടകരചന ഡോക്ടർ വത്സൻ രാമകൃഷ്ണൻ. റെക്കോർഡിംഗ് ബോസ് ബാൻഡ് സ്റ്റുഡിയോ കൊടുങ്ങല്ലൂർ. സംവിധാനം ശ്യാമള CG. അരങ്ങത്ത് അറുമുഖൻ സുധൻ മുല്ലശ്ശേരി, രമണി പ്രമീള മതിലകം, രഘു വിനോദ് പറവൂർ, മിനി അജിത സഹദേവ്, സുഗു ഉണ്ണികൃഷ്ണൻ SN പുരം, സ്റ്റാലിൻ ശരത് കുമാർ വർമ്മ, കുമാരൻ PC ബാബു, ഷൺമുഖൻ ഗിരീഷ് തൈത്ര, കാഞ്ചന ശർമിള, പങ്കജാക്ഷൻ ജോബി വല്ലാശ്ശേരി. ഗിഫ്റ്റ് ദുബായ്. നാടകം ആരംഭിക്കും. നവരസങ്ങൾ. പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ നല്ല നമസ്കാരം. ഇന്ന് വൈകുന്നേരം അന്താക്ഷരി രാത്രി 9 മണിക്ക് ആരംഭിക്കുകയാണ്. എല്ലാ സഹപാഠി സുഹൃത്തുക്കളും ഈ പരിപാടി പങ്കെടുക്കണം. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂം പൈതലേ. നീ എപ്പോ വന്നു മുത്തേ? രാവും പകലും ഇല്ലാതെ ഫോണും പാട്ടും മെസ്സേജും. കുടുംബത്ത് കഞ്ഞി വെക്കാനുണ്ടോന്ന് അറിയണ്ട. നാശം. കുടുംബത്തെ ഒരാൾക്ക് പണി മതി, അങ്ങനെയും സോഷ്യലിസം പ്രായോഗികമാവും. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ? നിനക്ക് എന്നെ അറിയില്ല, നീ അറിയാനും ശ്രമിച്ചിട്ടില്ല. നിർത്ത്. വടക്കം വീരകൾ ഞാനും കണ്ടതാണ്. മമ്മൂട്ടിയുടെ ഡയലോഗും കൊണ്ട് വന്നിരിക്കുന്നു. പ്ലീസ്, അതല്ല, അങ്ങനെയല്ല. ഞാനൊന്ന് പറയട്ടെ, നീ കോളേജിൽ പോയിട്ടില്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പോരായ്മ. പണിക്ക് പോകാത്ത നിങ്ങൾ എവിടെ പഠിച്ചിട്ട് എന്താ കാര്യം? 350 അംഗങ്ങളുള്ള ഒരു വലിയ ഗ്രൂപ്പിന്റെ പ്രസിഡന്റാണ് ഞാൻ. ഇനിയും 400-ലധികം പേര് പുറത്ത് നിൽക്കണം. ഇനി അവരെ കൂടി കണ്ടെത്തി ഞാൻ അവരെയും ചേർക്കുക. ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് കമ്മിറ്റി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ പഠിച്ച ഗ്രൂപ്പിൽ ഒന്നാമതെത്താൻ വിധി എന്നെ അനുവദിച്ചില്ല. അത് എന്റെ തെറ്റല്ല. അതെ, ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താലേ പഠിക്കണം. വെറുതെ പെണ്ണുങ്ങളുടെ വായെ നോക്കിയേ അവരെ ചിരിപ്പിച്ച് അവരുടെ കറി എടുത്ത് തിന്ന് നടന്ന് അങ്ങനെ നടന്നാലൊന്നും എഞ്ചിനീയർ ആവൂല, എഞ്ചിനീയർ ആവുള്ളൂ. എളിഞ്ഞിരിക്കണ കണ്ടില്ലേ? മതി, നിർത്ത്. എന്താ പറഞ്ഞത്? നാറ്റിക്കല്ലേന്ന് പറഞ്ഞതാണ്. ഒന്ന് ചിരിക്കി. ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് എന്റെ പൊന്നെ. എവിടെ? ഗ്രൂപ്പില്. നമ്മുടെ മാതൃകാ ദാമ്പത്യം കണ്ടേ മറ്റുള്ളവർ പഠിക്കട്ടെ. രാത്രി അന്താക്ഷരിയില് ഒരു ഡേറ്റ് ഇടാം. അതിനിടയിൽ നിനക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് നിക്കടി അവിടെ. കാശ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഒരു കാലിച്ചായക്കെങ്കിലും മതി, ഒന്ന് പുറത്തിറങ്ങാനാണ്. ഗ്രൂപ്പുകാരോട് ചോദിക്കേ. നമ്മുടെ മഹാസംഘം വരുന്നുണ്ട്. നല്ല പിരിവുണ്ടിട്ടാ, എന്തെങ്കിലൊക്കെ തടയും ഉറപ്പാ. അതുവരെ ഒന്ന് പിടിച്ചു നിൽക്കാനാണ്. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുതാരസാവനം ഹരിമുരളീരവം ഹരിമുരളീരവം. നിനക്ക് എന്താണ് മിനി ഇങ്ങനെ അലറി വിളിച്ച് പേടിപ്പിക്കണത്? ഇതെന്താണ്, സമൻസോ? ജപ്തി നോട്ടീസാണ്. കിടപ്പാടം പണയം വെച്ചതിന്റെ ലോൺ 3 കൊല്ലായി അടച്ചിട്ടില്ല. നാളെ ഇത് അടച്ചില്ലെങ്കിൽ ജപ്തിയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. പിന്നെ
എന്റെ പട്ടി പോലും ഇറങ്ങി കൊടുക്കില്ല. തിരിച്ചടവിന്റെ പേരിൽ ഇറക്കി വിടരുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഓർഡർ ഉണ്ട്. പോരെങ്കിലേ എന്റെ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ 10ഓളം പേര് ഭരണവകുപ്പിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച തഹസിൽദാർക്കുള്ള അവാർഡ് നേടിയ സിമി സാഹുവിനെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, ബാങ്കുകാർ വിവരം അറിയും. എത്ര നല്ല നല്ല ജോലിയുള്ള ചെക്കന്മാര് എന്നെ കെട്ടാൻ പിന്നാലെ നടന്നതാ. മനുഷ്യ, ജീവിതത്തിൽ വിധിക്കപ്പുറം ഒന്നുമില്ല. ബാങ്ക് വല്ലാതെ കളിച്ചാലേ. തിരിയ ഗ്രൂപ്പിലെ ഉദയൻ പത്രപ്രവർത്തകനാണ്. ഞാൻ ബാങ്കിനെതിരെ പത്രത്തിലെഴുതിക്കും. എന്നാ വൈകിക്കണ്ട, പറഞ്ഞതൊക്കെ ചെയ്യേ. ജപ്തി ഒഴിവാക്കി വാ. അല്ലെങ്കിൽ വേണ്ട, ഇതൊക്കെ അവന്മാരോടൊക്കെ കടപ്പാടുണ്ടാക്കും. പിന്നെ എന്നിലെ വിപ്ലവ തീപ്പന്തത്തെ കെടുത്തിക്കളയേണ്ടി വരും. മിനി, ഞാനൊരു വഴി പറയട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നീ ആയയുടെ പണിക്ക് പോകണം. എൻ്റെ കയ്യിൽ നമ്മുടെ കുടുംബവും കുട്ടികളും സുരക്ഷിതമായിരിക്കും. എന്റെ വിധി. ഒരു ഡ്യുവറ്റ് പാടി ഗ്രൂപ്പിലിടാം. നമ്മുടെ ഉത്തമ ദാമ്പത്യമാണെന്ന് ഗ്രൂപ്പിലെല്ലാവരും കരുതട്ടെ. എന്നാ ഞാൻ അടുക്കളയിൽ പോയി ഒരു ഒലക്കി എടുത്തിട്ട് വരാം. പാട്ടിന്റെ രാഗതാളങ്ങളിലേ ഒരു മോങ്ങല് കൂടി ആകുമ്പോ കുടുംബം നോക്കാതെ ഗ്രൂപ്പുമായി നടക്കുന്നവർക്കൊക്കെ ഒരു സന്ദേശം കൊടുക്കാം. പൂമുഖവാതിൽക്കൽ സ്നേഹം പൊഴിക്കുന്ന പൂതനയാണെന്റെ ഭാര്യ. ആരോ ആരോ ആരാരോ. ഇവിടെ ആരോരുത്തൻ ഷൈ ചെയ്യുന്നുണ്ടല്ലോ. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഇവന്റെ പുറയിലാണല്ലോ. ഒരു ശൃംഗാരവേലൻ. ഇവന് വളിച്ച കോമഡിയൊക്കെ എവിടെ നിന്ന് അടിച്ചു മാറ്റണം? കണ്ടിട്ട് പഴയ ആഴ്ചപ്പതിപ്പിലെ ലോറയിൽ നിന്നാണ് വഴി. ഇവനെ ഇങ്ങനെ വിട്ടാല് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയ എനിക്കൊക്കെ എന്ത് വില? നീ ഇവിടെ തീർന്നടാ. പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഉച്ച നമസ്കാരം. അവനെ ആ നെൽസനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടരുത്. പെണ്ണുങ്ങൾ മുഴുവൻ അവന്റെ ചുറ്റിലുമാണ്. ഒരു 19 എണ്ണെങ്കിലും കാണും. നമ്മളൊക്കെ ചെന്നാലേ ഒരെണ്ണത്തിന് പോലും കിട്ടില്ല. മാത്രമല്ല ആ നെൽസനെ മുഴുവട്ടാണെന്നുള്ള വിവരം പെണ്ണുങ്ങൾക്കൊക്കെ പേഴ്സണൽ മെസ്സേജ് അയക്കണം. തേനുള്ള പൂവിലെ തേനീച്ച വന്ന ചരിത്രമുള്ളൂ. കയ്പുള്ള പൂവിൽ നുകരാൻ വരുന്ന തേനീച്ചകളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. വയസ്സായ തേനീച്ചകൾക്ക് കയ്പും മധുരം തിരിച്ചറിയാൻ പ്രയാസമാണ്. ആ സ്റ്റാലിന, നീയെപ്പോന്നു? ഇവിടെ വിളിച്ചിരിക്കായിരുന്നോ? ഞാൻ വന്ന് കയറിയുള്ളൂ. നീ എന്തെങ്കിലും കാര്യമായിട്ട് ഒപ്പിച്ചോ? ദേ, അനാവശ്യം പറയരുത്. ഇവിടെ എന്റെ ഭാര്യയുണ്ട്. ആ ഒലിപ്പീരല്ല, ഗ്രൂപ്പിൽ ആർക്കെങ്കിലും പാര പണിതോന്ന്. അതിനെ എന്നെ കിട്ടില്ല. എടോ, ഈ ഗ്രൂപ്പിലെ പിരിവില്ലേ, അതൊരു ശരിയല്ലായ്മയാണ്. എന്റെ 1 മുതൽ 4 വരെ ഗ്രൂപ്പിലെ പിരിവ്, 5 മുതൽ 7 വരെ ഗ്രൂപ്പിലെ പിരിവ്, 8 മുതൽ 10 വരെ പിരിവ്, പിന്നെ പ്രീ ഡിഗ്രിയിലെ പിരിവ്. ഞാൻ കൂടുതൽ പഠിക്കാഞ്ഞത് ഭാഗ്യം. പിരിവ് കൊടുക്കണം സഹപാഠികൾക്ക്, ഒരു കൈത്താങ്ങ്. അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയല്ലേ? ഇല്ലാത്തവൻ എന്ത് ചെയ്യും? അഭിമാനം ഓർത്ത് പാണ്ടിപ്പലിശക്ക് എടുത്തു തരും. അതാണ് അതിലൊരു സൈക്കോളജിക്കൽ അപ്രോച്ച്. ഇനിയും വരുന്നുണ്ട് പദ്ധതികള്. വീടില്ലാത്ത സഹപാഠികൾക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ഓവർസീസ് ഡയറക്ടർ ഈസ്മു ആണ് അതിന്റെ ട്രഷറർ. എന്നിട്ട് വേണം എനിക്കൊരു വീട് വെച്ച് വാടക കൊടുക്കാൻ. അല്ല, നീ ഇവിടെ എന്തിനാ വന്നേ? പറയാം. നിന്റെ കെട്ടിയോള് ചായ എടുക്കണുണ്ട്. അതുകൊണ്ട് ഓൾക്ക് കുടിക്കാൻ. വർത്തമാനം പറയുന്നതിന് മുമ്പ് അത് കുടിച്ചു കഴിഞ്ഞാല് നേരെ അങ്ങോട്ട് പോയാലോ? കുടിക്കാതെ പറഞ്ഞങ്ങോട്ട് പോയിക്കോ. എടാ, ഇന്നലെ രാത്രിയിൽ ഞാൻ പാടിയ അന്താക്ഷരിക്ക് 1 ലൈക്കാണ് കിട്ടിയത്. പാട്ടറിയാതെ പദ്യം ഗദ്യമായി പാടണ നിനക്ക് 25 ലൈക്ക്. ശ്രുതി, ലയം, താളം ഇതൊന്നും തിരിച്ചറിയാൻ പാടില്ലാത്തവർക്ക് ഓൾമാർക്കൊക്കെ ലൈക്കുകളുടെ പ്രവാഹം. പ്രസിഡന്റായി നീ ഉത്തരം പറ. അത് ഞാനിടുന്ന ലൈക്കല്ല, പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്ക് തരണം. നിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ല, അത്ര തന്നെ. അല്ല, നിന്റെ ശിങ്കിടികളെ നീ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞ് ലൈക്ക് കൊടുക്കരുത് എന്ന് പറയണം. അതാണ് ഇതിലെ കളി. ഓ, കലാശാല സുഖു. അയ്യോ തന്നെ. ഞാൻ ഈ കാണിച്ചത് ആരൊക്കെയാണെന്ന് പിടികിട്ടി കാണും. ഇല്ല, മനസ്സിലായില്ല. ഒരിക്കൽ കൂടി കാണിച്ചാല് ശ്രമിക്കാം. വേണ്ട, വെറുതെ നേരം കളയാം. നമുക്ക് പിടികിട്ടൊന്നുമില്ല. സുഖു പറയും, അതാ നല്ലത്.
മണ്ടന്മാര് സിനിമ കാണലൊന്നും ഇല്ലല്ലേ? ദേ ഞാൻ പറയാം, ആദ്യം കാണിച്ചത് മോഹൻലാൽ, പിന്നെ മമ്മൂട്ടി, പിന്നെ കലാപവും മണി, പിന്നെ മോള. ഇവരൊക്കെ ഇങ്ങനെയാണോ? എപ്പോ? എന്ന് മുതല്? വേണ്ട തിമിര്, വേണ്ട തിമിര്, വേണ്ട. അതെന്തോന്ന് തിമിറ്? ഞാൻ ഇത്രയും കാണിച്ചത് ഞാനൊരു കലാകാരനാണെന്ന് അറിയിക്കാനാണ്. വെറും കലാകാരനല്ല, ഒരു സെലിബ്രിറ്റി. എന്റെ സുഖു, നിനക്കെന്ത് വേണം അത് പറ. സംഗമത്തിന് എനിക്ക് പകരം വേറെ നാടകകൃത്തിനെ വെച്ചെന്ന് കേട്ടു, സത്യമാണോ? അത്രേ ഉള്ളോ? അങ്ങനെ ഒരു തീരുമാനമുണ്ട്. ഗ്രൂപ്പിലെ മറ്റു കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കണ്ടേ? നിർത്തടാ, ഞാനല്ലാതെ ആരാ ഇപ്പം മറ്റൊരു കലാകാരൻ? പറയടാ, ആരാടാ അങ്ങനെ ഒരുത്തൻ? അങ്ങനെ ഒരാളുണ്ട്, ഒരു മൃഗ ഡോക്ടർ. അയാള് കാല് പിടിച്ച അവസരം ചോദിച്ചു. അപ്പോ ഞാനങ്ങ് സമ്മതിച്ചു. അയാൾക്കാവുമ്പോ കാശും കൊടുക്കണ്ട. കൊള്ളാം, പട്ടിയുടെയും പൂച്ചയുടെയും ഡോക്ടർ നാടകം എഴുതുന്നു. രംഗം 1. കറക്കാൻ തൊഴുത്തിലേക്ക് വരുന്ന ഗായത്രി. അങ്ങനെയൊക്കെ ആയിരിക്കും തുടക്കം. കറവയല്ല, മൃഗചികിത്സയാണ് വാക്കിനർത്ഥം. നിനക്ക് അതുകൂടി അറിയില്ലേ? കലാശാല സുഖു. എന്ത് കോപ്പാണെങ്കിലും ആവട്ടെ, ഞാനിവിടെ ഈ കുഞ്ഞിക്കുട്ടൻ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എഴുതുന്ന നാടകം ഞാൻ ഇവിടെ കളിപ്പിക്കില്ല. അന്നേ ദിവസം ഞാൻ കെട്ടിത്തൂങ്ങിച്ചെത്തിട്ടാണെങ്കിലും ഞാനത് മുടക്കും. ഇവിടെ 2 കലാകാരന്മാര് വേണ്ട. ഇവിടെ 3 പേരേ ഉള്ളൂ. നിങ്ങൾ പറയുന്നത് ഞാൻ കൂടി അറിയണം. മറിച്ചാണ് തീരുമാനെങ്കില് എന്നെ അറിയാലാ? അയ്യേ, ആര് മാറ്റി നിർത്തി നിന്നെ? നീയും വാ കേട്ടോ. ഈ നാടകത്തിന് മൃഗ ഡോക്ടർ വാങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ കണ്ടെത്തുന്ന പണം 3000 രൂപ. അത് നമുക്ക് തുല്യമായി ഭാഗിച്ചെടുക്കാം. പോരെ? പോരാ, 3000 എന്നുള്ളത് 6000 ആക്കണം. അത് കാര്യം. പക്ഷേ ആ പണം എനിക്ക് വേണ്ട. എനിക്ക് എന്റെ കലയെ പരിപോഷിപ്പിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു ഷെയർ കുറഞ്ഞു കിട്ടി. എടാ ആർമുക, കള്ള ഗ്രൂപ്പ് മുതലാളി. എന്തോ എന്തു പറ്റി കുമാര? എന്നെ വിളിച്ചായിരുന്നോ? നീ കിടന്നുരുളണ്ട, വിളിച്ചത് ഞാൻ തന്നെ, കത്തിക്കുമാരൻ. അയ്യോ, ആശുപത്രി പോണോ കുമാര? എന്താ നിന്റെ അച്ഛക്ക് പേറ്റുന്നതുകൊണ്ടോ ആശുപത്രിയിൽ പോകാൻ? അല്ല, പിൻകഴുത്ത് മുറിഞ്ഞ് രക്തം വാർന്നാല് മരണം വരെ ഉണ്ടായ സംഭവമുണ്ട്. അങ്ങനെയെങ്കിൽ നിന്റെ പിൻകഴുത്തിലാവട്ടെ നിന്റെ കൊത്തി. കുമാര വേണ്ട. എന്താ നിനക്ക് വേണ്ടത്? കാര്യം പറയ്. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ്. കുഞ്ഞിക്കുട്ടൻ കോളേജിലെ 86-88 ബാച്ചില് കത്തിയെടുത്ത് പ്രിൻസിപ്പളിനെ ഓടിച്ചിട്ടുണ്ട് ഈ കുമാരൻ. ഇതേ പ്രിൻസിപ്പളിനെ കൊണ്ട് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഗുഡ് എന്നും എഴുതി വാങ്ങിയിട്ടുണ്ട് ഈ കത്തിക്കുമാരൻ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട? അതെന്റെ അറിവിലില്ല. ഓർമ്മിച്ചാ നന്നായി. ഇപ്പൊ തന്നെ ഞാനത് ഗ്രൂപ്പിൽ എഴുതാം, എല്ലാരും അറിയട്ടെ. ഇല്ല, അവിടത്തേക്ക് എതിർപ്പുണ്ടെങ്കിൽ ഇല്ല, ചെയ്യില്ല. ഞാനില്ലാത്ത ഗ്രൂപ്പില് എന്നെ പറ്റി എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടായാല് തീർത്ത് കളയും ഞാൻ. കഴിഞ്ഞ 3 സംഗമങ്ങളിലേക്ക് നാടകം എഴുതിയത് ആരാടാ? അത് ഞാനാണ്, കലാശാല സുഖു, ഗ്രൂപ്പിലെ ഏക സെലിബ്രിറ്റി. നീ സെലിബ്രേഷൻ ബ്രാൻഡ് അടിക്കുമെന്ന് പറഞ്ഞ് എന്നെ കൊതിപ്പിക്കണ്ട. അതിലും മുന്തിയതാണ് ഞാൻ അടിക്കുന്നത്. മദ്യത്തിന്റെ പേരല്ല കുമാരൻ, ഒരു സെലിബ്രിറ്റി എന്നാണ് പറഞ്ഞത്. എന്താ അതിന്റെ മലയാളം? അത് പിന്നെ മോനെ അഭിജിത്ത്,
അമേരിക്കയിൽ ഇപ്പോ രാവോ പകലോ? ഓ, മോൻ ഉറങ്ങുകയായിരുന്നോ? ഒരു സംശയം മോനെ, സെലിബ്രിറ്റി എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരണം. ആ, ഓക്കെ ഓക്കെ. ഫേമസ് പേഴ്സൺ, അതായത് പ്രശസ്തനായ വ്യക്തി. അങ്ങനെയാവുമ്പോ ഞാനാണ് സെലിബ്രിറ്റി, ഈ കത്തിക്കുമാരൻ. എന്നെക്കാളും പ്രശസ്തരാരും ഈ ഗ്രൂപ്പിലില്ല. അത് നേര്, അത് ഞാൻ അംഗീകരിക്കുന്നു. അത് ഞാൻ കമ്മിറ്റിയിലും പറയും. ഇനിയും സംഗമം വരുന്നുണ്ടെന്ന് അറിഞ്ഞോ? ഇനിയത്തെ നാടകത്തില് എന്നെ എങ്ങാനും പരാമർശിച്ചാല് സുട്ടിടവൻ ഒന്നുകളയുമെന്ന്. ഉണ്ടായാലേ അത് എഴുതിയവനല്ല തട്ടുള്ളൂ. നിങ്ങളെ 3 പേരെയും ഒപ്പം അവനെയും. ആ കുമാര, പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 മക്കളും അമേരിക്കയിലാണ്. എന്റെ അമ്മോ, ഇത്തവണ നമ്മുടെ മഹാസംഗമത്തിന് കുമാരൻ തന്നെ മുഖ്യാതിഥി. പകരം നല്ലൊരു തുക സംഭാവന തരണം. ഒരു ഫുള്ള് വാങ്ങിയാലേ ഞങ്ങൾ തീർത്തരായിരുന്നു. സംഭാവന തന്ന് മുഖ്യാതിഥിയാവാൻ ഞാൻ അഴകിയ രാവണനല്ല. നീ പറഞ്ഞത് പരിഗണിക്കാം. നീ വാങ്ങ്, ഞാൻ തീർക്കാം. കുമാരാ, മക്കളുടെ വിവാഹത്തിന്റെ കാറ്ററിംഗ് എന്റെ സ്ഥാപനത്തിന് തരണം. ഇപ്പോ എന്റെ കത്തി ചോരയാക്കണ്ട് മടങ്ങിപ്പോകണമെങ്കില് ആറുമുഖം പറഞ്ഞ സംഭാവന, സെലിബ്രിറ്റിക്ക് പറഞ്ഞ കുപ്പി, കല്യാണ കാറ്ററിംഗ്, സമ്മതപത്രം എല്ലാം എനിക്ക് തരണം. അല്ലെങ്കിൽ എന്റെ കത്തി ചോര കുടിക്കും. നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം, കിനാവിന്റെ തേന്മാവിൽ രാപ്പാടി പാടി. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാണത്? എന്തു വേണം? പാട്ട് ഞാനും കേട്ടിട്ടുണ്ട്, പടവും കണ്ടിട്ടുണ്ട്. അടുത്ത ആവശ്യം പറയുന്നതിന് മുമ്പ് നീ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊള്ളണം. പിന്നെ അല്ലേ നീ എന്തു ചെയ്യും? കൂടെ പഠിച്ച സഹപാഠി ജലീൽമാരത്ത് SI ആണ്. നീ ശ്രീപീഠത്തിനകത്ത് കിടക്കും. വേണം അത്? ആര്? ഇയാളെ. ഈ ജലീലിന് വേറൊരു പണിയും കിട്ടിയില്ലേ? ഇനിയേ നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും ചർച്ച ചെയ്ത് കിട്ടുന്നതിന്റെ പകുതി എനിക്കും വേണം. അല്ലെങ്കിൽ ജലീൽ നിങ്ങൾക്കും ബാധകം. രമണി ചെയ്തത് ശരിയായില്ല. ചെലവ് എടുത്തടിക്കണായിരുന്നു. പിൻകഴുത്തിന് ഒരു കുപ്പിക്ക് പണം തരാത്ത നാറി. ഇതാ നിങ്ങൾക്ക് ബുദ്ധിയില്ലാന്ന് പറഞ്ഞത്. അവനെങ്ങാനും ചത്തുപോയാലേ ഞാൻ അകത്ത് പോട്ടേന്ന്. മന്ന ബുദ്ധികള്. അവൾക്ക് ബുദ്ധിയുണ്ട്. അങ്ങനെ മനസമാധാനത്തോട് ജീവിക്കാൻ എന്നെ വിടില്ല. എന്റെ അമ്മോ, പങ്കജാശന്. ആ വാ പങ്ക, കയറിയിരിക്കും. കൊറേ നേരമായല്ലോ ഇവിടെ കൂടിയിട്ട് മൂന്നും. എന്നിട്ട് പച്ചക്ക് നിൽക്കുന്നു. ഇരിക്കണുണ്ടാ ഒരു മരുന്നിനെങ്കിലും? ആവശ്യത്തിന് നിറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ? നീ എന്ന വിഷയത്തിന് ഇതു മതി. ഈ 2 കൂടി ആവുമ്പോ അത് പോരാ. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ വേണ്ട. വന്ന കാര്യം പറയാം. ആരാളാ എന്നെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്തത്? കമ്മിറ്റിക്കാരുടെ തീരുമാനം. അതനുസരിക്കുക, അത്രേ ഞാൻ ചെയ്തുള്ളൂ. പെണ്ണുങ്ങളെ അസമയത്ത് വിളിച്ചാൻ ആവശ്യം പറയണ്. അതാണ് നീ റിമൂവ് ചെയ്യണവരെ ചെയ്തോണ്ടിരുന്നത്. ഗ്രൂപ്പിന്റെ ഉദ്ദേശം സഹപാഠികളോട് സംവദിക്കുക. അതിന് സ്ഥല സമയ ബോധമില്ല. ലൈക്ക് എനി ടൈം. ഒരു ATM മെഷീൻ പോലെ. അതേ ഞാൻ ചെയ്തുള്ളൂ. ഗ്രൂപ്പിലെ തരുണീമണികള് എന്റെ വിവരത്തിലും വിജ്ഞാനത്തിലും നർമ്മബോധത്തിലും ശബ്ദ സൗകുമാര്യത്തിലും ആകൃഷ്ടരായി. സർവോപരി എന്റെ സൗന്ദര്യത്തിലും. എന്നിട്ടാണോടാ നീ പറഞ്ഞ തരണിമണികള് കമ്മിറ്റിയിൽ പരാതി പറഞ്ഞത്? ഒരാളും പരാതി പറഞ്ഞില്ല. കമ്മിറ്റിക്കാരുടെ അസൂയ, അതാണ് എന്നെ റിമൂവ് ചെയ്തത്. വീണ്ടും ആഡ് ചെയ്യാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അല്ലാതെ പോകുന്നെങ്കില്
പ്രസിഡന്റിന്റെ കാല് തല്ലി ഒടിച്ച ഈ വടിയുമായി. എടാ പങ്കജാശ, നീയൊന്നും മനസ്സിലാക്കണം. രാവിലെ കുടുംബകാര്യങ്ങളൊക്കെ കഴിഞ്ഞേ പണിക്ക് പോയിട്ടേ പണിയുടെ ഇടവേളയിൽ വേണം ഗ്രൂപ്പിൽ കയറാൻ. പണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടേ പെണ്ണും മക്കളും ഒക്കെ ആയി അന്നത്തെ ദിവസത്തേക്ക് ഓർമ്മകളൊക്കെ പങ്കുവച്ച ശേഷമേ നീ അടുത്ത ഇടവേളയിലേക്ക് ഗ്രൂപ്പിൽ കയറാവൂ. അല്ലാതെ ഈ ഗ്രൂപ്പ് നീ തൊഴിലാക്കരുത്. വീട്ടിലിരിക്കുന്ന സ്വർണവും രത്നവും കണ്ടില്ലാന്ന് വെച്ചേ വല്ലവന്റെ വീട്ടിൽ തേടിപ്പോയാലേ അങ്ങനെയുള്ളവർക്ക് കുടുംബം ഉണ്ടാവൂല, ഗ്രൂപ്പ് ഉണ്ടാവൂലട്ടാ. ഇപ്പൊ ഗ്രൂപ്പില്ല, കുടുംബുണ്ടോ? ഓരോ മാന്യന്മാര്, ഞാൻ മാത്രം തെറ്റുകാരൻ. എനിക്ക് പോണം. അത് ഒടിഞ്ഞ കാലമായി പോണെങ്കിൽ അങ്ങനെ. ഹലോ, ആ ജലീലെ, ഇവിടെ ആ പങ്കജാഷനെ ഒരു വടിയായിട്ട് വന്നേ എന്റെ കാല് തല്ലി ഓടിക്കൂന്ന് പറഞ്ഞേ വീട്ടിൽ വന്നിരിക്കുകയാണ്. ആ ശരി ശരി, വേഗം 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 വാ. ശരി ശരി. ആ അവനിവിടെ പട്രോളിങ്ങിലുണ്ട്, 1/2 മണിക്കൂർ. അപ്പോ അതുവരെ ഇവിടെ ഇരിക്കാലോ അല്ലേ? ആ ഫയർഫോഴ്സുകാരൻ സുധനോടെ ഒന്ന് വിളിക്കണോ? ഇയാൾ ഉച്ചഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. അതെന്താ നീ ഇങ്ങനെ പറയണേ? ഓൻ കത്തണ അടുപ്പില് വെള്ളം ഒഴിച്ച് കെടുത്തിക്കളയും. കാലനൊന്ന് തന്നാലേ ഞാൻ ഇരിക്കില്ല. എന്നെങ്ങനെ വലിക്കല്ലേ ചേട്ടാ, ഞാൻ വരാം. വലിക്കല്ല, നില കെട്ടി വലിക്കാണ് വേണ്ടത്. പ്രസിഡന്റ്, ഗ്രൂപ്പ് പ്രസിഡന്റ് അലറണ്ട, ഇതാണ് ഞാൻ. എന്താണ് കാഞ്ചനെ ഈ ഷൺമുഖന് ഇങ്ങനെ കിടന്ന് അലറണത് എന്താണ്? കഷ്ടപ്പെട്ട് പണിയെടുത്ത് വന്ന് കയറുമ്പോ ഇവിടെ കാപ്പിയില്ല, ചായയില്ല, കഞ്ഞിയില്ല, ചോറുമില്ല. ഇവിടെ 24 മണിക്കൂറും ഫോണും ഗ്രൂപ്പും. വോയിസ് അയക്കുക, പാട്ട് പാടുക, ഇത് തന്നെ ഉള്ള പണി. ഹോട്ടലിൽ നിന്ന് പാഴ്സൽ വാങ്ങിയിട്ടാ ഞാൻ എൻ്റെ മക്കളും വിശപ്പടക്കണം. എൻ്റെ മാഷേ, ഇത് കണ്ട മാഷേ, ഇവിടെ വിരല് നോക്കിയ ചൂണ്ടുവരല് തേഞ്ഞില്ലാണ്ടായി. കാഞ്ചനെ, അതും വേണം ഇതും വേണം. നീയൊന്നും ഓർക്ക, ചാറ്റാൻ പലരും ഉണ്ടാവും, പോറ്റാൻ ഭർത്താവേ ഉണ്ടാവും. ഈ ഒരു തത്വവുമായി മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല. ഇത് എൻ്റെ ഒരു തത്വമാണ്. ഇപ്പോ തന്നെ ഇത് നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ എഴുതി വെച്ചോ. ആ അറുമുഖ മാഷേ, ഇത് കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ റഫീഖ് 8:48 പോസ്റ്റ് ചെയ്തതാണ്. ഓനത് പറഞ്ഞു കൊടുത്ത് പോസ്റ്റ് ചെയ്തതേ ഞാനാണ്. അല്ല മാഷേ, എന്താണ് അതിനുള്ളൊരു ശ്രദ്ധ? ഇതാണ് നിങ്ങളുടെ ഗ്രൂപ്പിലൊരാളില്ലേ എപ്പോഴും വെള്ളത്തില്? അതല്ല മാഷേ, ആ വെള്ളമല്ല ഇത്. ഇയാള് ഡൈവർ, അണ്ടർ വാട്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആള്. എന്താണുള്ള പേര്? ഷെല്ലിരാജല്ലേ? ആ ഷെല്ലിയോ ഷേക്സ്പിയറോ എന്തായാലും അവൻ ആ വെള്ളത്തിനിടയ്ക്ക് കിടന്ന് പണി കിടന്ന എടുത്ത് പോലും ഇവള് വോയിസ് ചാറ്റിങ് ഇവിടെ ഇരുന്നിട്ട്. ആശാനെ, ഇതുകൂടാതെ നമുക്ക് കത്തെഴുത്തുണ്ട്. ഐ ലവ് യു എന്ന് എഴുതിയ പേപ്പർ കൊണ്ട് കൊടുത്താൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടും. പണ്ടൊക്കെ വീട്ടമ്മമാര് അടയിരുന്നത് വിട്ടിപ്പെട്ടിക്ക് മുമ്പിലെ മെഗാ സീരിയലുകൾക്ക് മുമ്പിലാണ്. ഇന്നിപ്പോള് ബുദ്ധിപ്പെട്ടിക്ക് മുമ്പിലെ വാട്സാപ്പ് ഗ്രൂപ്പുകളുടെ മുന്നിലും. അല്ല, അങ്ങ് ആരാണാവോ? അത് ചോദിക്കാനേ വീട്ടുകാരിയായി ഞാനുണ്ട് ഇവിടെ. പറയൂ സാർ, ആരാണ്? കുടിക്കാൻ പച്ചവെള്ളം എടുക്കട്ടെ? ഞാൻ ഗിഫ്റ്റ്. ഓ, എനിക്ക് തരാൻ പറ്റാവും. എന്തായാലും ഇപ്പൊ വേണ്ട, ഇവരൊക്കെ പോയിട്ട് മതി. ഗിഫ്റ്റ് എന്നത് എന്റെ പേരാണ്. പേര് പോലെ തന്നെ ആള് സുന്ദരനാണല്ലോ. ഇങ്ങനെ ഒരു പേരുണ്ടോ? ബൈ ദ ബൈ, ഞാൻ കലാശാല സുഗു. ഈ ഗ്രൂപ്പിലെ ഒരേ ഒരു സെലിബ്രിറ്റി, ഐ മീൻ ഫേമസ് മാൻ ഓർ പേഴ്സൺ. നിങ്ങൾ ഇന്ന് ഈ ഗ്രൂപ്പിനെ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടാണ് എൻ്റെ വരവ്. നാളെ ഗ്രൂപ്പിലൂടെ നിങ്ങളത് ആ തീരുമാനം അറിയും. ഗിഫ്റ്റ് ഏട്ടാ, തീരുമാനം ഗ്രൂപ്പിലൂടെ അറിയിക്കണേ. അതിനെന്ത് സംശയം? ഷൺമുഖ, നീ ഇയാളെ പോലെ തന്നെ കോട്ട് വാങ്ങി വെച്ചോ. അല്ലെങ്കിലേ ഇന്ന് മുതല് ഇവള് ഇവന്റെ കൂടെ ആയിരിക്കും. ഞാൻ നിന്നെ സുഖു, മുന്തിയ തന്നെ വാങ്ങിച്ചോ. ടച്ചിങ്സിനെ ഒരു ഷവായി തന്നെ ആയിക്കോട്ടെ. അയ്യോ, തല്ലാനല്ല, ഞാൻ നിങ്ങളുടെ ഓവർസീസ് ഗ്രൂപ്പിന്റെ ഇസ്മായിൽ പറഞ്ഞു വരുന്നതാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് വിലയ്ക്ക് വാങ്ങാൻ. ലോകം മുഴുവനുള്ള 15,000-ഓളം ഗ്രൂപ്പുകളുടെ മുതലാളിയാണ് ഞാൻ. ലക്ഷ്യം ചാരിറ്റിയുടെ പേരിലുള്ള എന്റെ അമ്മോ. പറയൂ, അംഗങ്ങളും കമ്മിറ്റി അടക്കം എത്ര വേണം? അതിപ്പോ
കമ്മീഷനായിട്ട് കിട്ടുമോ? വിറ്റ കാശ് പെട്ടെന്ന് തീരില്ലേ? 50-50. നടക്കില്ല. 75-25. സമ്മതമാണെങ്കിൽ കൈ, അല്ലെങ്കിൽ അറുമുഖൻ ഔട്ട്. കമ്മിറ്റിക്കാർക്ക് കൈ കൊടുത്ത് ഡീൽ ഉറപ്പിക്കും. ഡീൽ സാറേ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ? നിങ്ങളും ഗ്രൂപ്പിലെ 500ഓളം പേരും പുറത്തു നിൽക്കുന്നില്ലേ? അവരെ രോഗികളായും അപകടങ്ങളായും വിവാഹങ്ങളായും സൃഷ്ടിച്ച് ഒരു ശരാശരി മലയാളിയുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ഭാഗം ചാരിറ്റി. സംസ്കാരത്തിൽ ബുദ്ധിയുള്ള നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന സാമ്രാജ്യങ്ങളുടെ കാലം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അറുമുഖനും ഇപ്പോൾ അതിലൊരു ഭാഗം മാത്രം. ഇന്നെനിക്ക് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങണം. രമണി, രമണി, അടുത്ത മാസം മുതൽ ബാങ്ക് ലോൺ അടക്കാൻ തടസ്സമില്ല. അതിനിടയിലേ നമുക്കൊരു കാറും വാങ്ങാം. ആ കാറിന്റെ മുൻഭാഗത്ത് തിരികെയുടെ പ്രസിഡന്റ് എന്ന് എഴുതി വലിയൊരു ബോർഡ് വെച്ച് നമുക്കതിന് സുഖമായി നടക്കാം. മുടങ്ങാതെ അടച്ചാലേ താങ്കൾക്ക് ഇവിടെ, അല്ലെങ്കിലേ ഇറങ്ങി പോണ്ടി വരും. എവിടെ കാണാവൂ? ഗിഫ്റ്റ് ഏട്ടന് എന്നെയും കൂടെ വിളിച്ചു അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക്, അങ്ങ് ദുബായിലേക്ക്. എന്നെ തനിച്ചാക്കി നീ പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എങ്കിലും നിന്റെ ഇഷ്ടത്തിന് ഞാനിതിലല്ല. പോയി വരും. അർമുകേട്ടാ, ടേക്ക് കെയർ. ഗിഫ്റ്റ്, നീ എനിക്ക് ദൈവദൂതനാണ്. ഇനി നീ ഈ സാത്താന്റെ കൂടെ ആണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റണില്ല.